ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർക്കിടക വാവ് ദിനത്തിൽ പിതൃപ്രീതിക്കായി ബലിയർപ്പിച്ച വിശ്വാസികൾ. ദേശീയ മൂട്ട് കോർട്ട് മത്സരം ഓഗസ്റ്റ് 14 മുതൽ 16 വരെ കോഴിക്കോട് ലോ കോളേജിൽ. എം.കെ. മുനീറിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം. മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സഫയർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കർക്കടക വാവിൽ പിതൃപ്രീതിക്കായി ബലിയിടാൻ സ്നാനഘട്ടങ്ങളിൽ വൻ ജനത്തിരക്ക്. വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സ്ത്രീകളടക്കം ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. കർക്കടക മാസേ കൃഷ്ണപക്ഷേ ചതുർദശി ശുഭതിഥൗ പൂയം നക്ഷത്രയുക്തായാം കുജ വാസരയുക്തായാം. ബലിതർപ്പണ കർമ്മത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് എല്ലാ സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു. സുരക്ഷയ്ക്കായി തീരദേശ പോലീസും അഗ്നിരക്ഷാസേനയും ഉണ്ടായി. ഗോതീശ്വരം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ഇത്തവണ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. രാത്രി 7 മണിക്ക് തുടങ്ങിയ കർമ്മങ്ങൾ രാവിലെ 9 വരെ നീണ്ടു. ക്ഷേത്രം പ്രസിഡന്റ് പിന്നാണത്ത് ജനാർദ്ദനൻ, സെക്രട്ടറി ശശിധരൻ പയ്യാനക്കൽ, രക്ഷാധികാരി വാസുദേവൻ പനോളി, വിനീഷ് വീട്ടിൽ, കടപ്പയിൽ ഷാജി കരൺ, അനൂപ് എടത്തൊടി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കർക്കിടകമാസേ കൃഷ്ണപക്ഷേ അമാവാസി ശുഭതിഥൗ. ചെറുവണ്ണൂർ മമ്മിളിക്കടവ് കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കടക വാവ് ബലിതർപ്പണത്തിന് വൻ തിരക്കായിരുന്നു. 100 കണക്കിന് ആളുകളാണ് ബലിയിടാൻ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിൽ ആചാര്യൻ സുന്ദരൻ പാലക്കരയുടെ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ. മേൽശാന്തി CR സദാശിവന്റെ നേതൃത്വത്തിൽ തിലഹോമവും നടത്തി. ഫറോക്ക് ശ്രീനാരായണ ഗുരുദേവ വിദ്യാപീഠം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർക്കടക വാവ് ബലിതർപ്പണം പഴയ പാലത്തിന് സമീപം നടന്നു. ചടങ്ങുകൾക്ക് ഷാജു ശാന്തി നല്ലൂർ, രാമചന്ദ്രൻ മണ്ണൂർ, സദാശിവൻ ശാന്തി അരീക്കര എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ദേശീയ മൂട്ട് കോർട്ട് മത്സരം ഓഗസ്റ്റ് 14 മുതൽ വെള്ളിമാടുകുന്ന് ലോ കോളേജിൽ നടക്കും. രത്നസിംഗ് മെമ്മോറിയൽ ദേശീയ മൂട്ട് കോർട്ട് മത്സരം 16 വരെയാണ് നടക്കുക. ജസ്റ്റിസ് CT രവികുമാർ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തെ വിവിധ ലോ അക്കാഡമികളിൽ നിന്നുമായി 97 ടീമുകൾ അപേക്ഷിച്ചതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 20 ടീമുകളിലായി 60 നിയമ വിദ്യാർത്ഥികളാണ് മൂട്ട് കോർട്ട് മത്സരത്തിൽ പങ്കെടുക്കുക. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനും മുൻ അഡ്വക്കേറ്റ് ജനറലുമായ M. രത്നസിംഗിന്റെ പേരിൽ നടക്കുന്ന ദേശീയ മൂട്ട് കോർട്ട് ചാമ്പ്യൻഷിപ്പിൽ 2 ലക്ഷം രൂപയുടെ ഉപഹാരങ്ങളാണ് വിജയികൾക്ക് നൽകുകയെന്ന് കോളേജ് പ്രിൻസിപ്പൽ KS വിദ്യുത്തും പരിപാടിയുടെ മുഖ്യ പ്രായോജകനായ അഡ്വക്കേറ്റ് M. ഷഹീർ സിംഗും അറിയിച്ചു. ഒരു കോടതി, ഒരു സിമുലേറ്റഡ് കോടതിയാണ്. അതായത് കോടതിയുടെ ഒരു അറ്റ്മോസ്ഫിയർ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കോടതി എൻവയോൺമെന്റിനകത്ത് ഈ വാദപ്രതിവാദങ്ങൾ നടത്തി കോടതിയുടെ പ്രൊസീജിയേഴ്സും കോടതിയിലെ കൺവെൻഷൻസും കോടതിയിലെ പ്രാക്ടീസസും റീസണിങ് എബിലിറ്റിയും ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയും ഒക്കെ ഒരു വിദ്യാർത്ഥിയുടെ ടെസ്റ്റ് ചെയ്ത് അതിൽ മാർക്ക് നൽകി വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്ന. ഓഗസ്റ്റ് 14 വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയും ഗവൺമെന്റ് ലോ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ജസ്റ്റിസ് CT രവികുമാർ മത്സരം ഉദ്ഘാടനം ചെയ്യും. ഹൈക്കോടതി ജഡ്ജി ശ്യാംകുമാറും 4 ജില്ലാ ജഡ്ജിമാരും ഫൈനൽ മത്സരത്തിൽ വിധികർത്താക്കളാകും. 16 വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരായ ദേവൻ രാമചന്ദ്രനും ശ്യാംകുമാറും മുഖ്യാതിഥികളായി എത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഇന്ത്യയിലെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും രാജ്യത്തൊട്ടാകെ ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നും CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി മന്ത്രി CP ജോൺ. കെ ചാത്തുണ്ണി മാസ്റ്റർ ഓർമ്മ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കമ്മ്യൂണിസ്റ്റ് ആചാര്യനും സൈദ്ധാന്തികനുമായ കെ ചാത്തുണ്ണി മാസ്റ്ററുടെ 36ാമത് ഓർമ്മദിനം കോഴിക്കോട് CMP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ആചരിച്ചു. CMP സംസ്ഥാന സെക്രട്ടറിയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ ചാത്തുണ്ണി മാസ്റ്ററെ മറന്നാലും കേരളത്തിലെ ജനങ്ങൾ മറക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. അദ്ദേഹം കർഷക സമരത്തിന്റെയും കാർഷിക ബന്ധ പ്രശ്നങ്ങളുടെയും ഏറ്റവും വേറുറപ്പുള്ള ആശയങ്ങളുടെ വക്താവായി ആ മഹത് വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. ആ പിളർപ്പിന്റെ ഘടകങ്ങൾ ഇപ്പോഴില്ല. ഒരു കാലഘട്ടത്തിൽ പിളർപ്പിന്റെ ഘടകങ്ങൾക്കായിരുന്നു മുൻതൂക്കം. അന്ന് ആ പിളർപ്പിന്റെ വക്താവായിരുന്നു ഞാൻ. അദ്ദേഹം പറയുകയാണ്, പക്ഷെ ഇന്ന് പിളർപ്പിന്റെ അന്തരീക്ഷമില്ല, പിളർപ്പിന്റെ ഘടകങ്ങളില്ല. അതുകൊണ്ട് ഐക്യത്തിന്റെ ഘടകങ്ങളാണ് വേണ്ടത്. അതിനു വേണ്ടി നേതാക്കന്മാർ തയ്യാറാകണം എന്ന് മാത്രമല്ല, അങ്ങനെ തയ്യാറാകാൻ വിസമ്മതമുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായി പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ മാറി നിന്നിട്ടാണെങ്കിലും ശരി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഐക്യം വേണം എന്ന ഒരാശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മാർഷ് CPM ശത്രുവായിട്ട് മാറി. ചടങ്ങിൽ CMP സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം NP അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്ത് തന്നെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് CPയോട് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നന്ന് എന്നുള്ളതാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇനി നടക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്, നോക്കി പഠിക്കേണ്ടതാണ്. ഏരിയ സെക്രട്ടറി A അബ്ദുൽ അസീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം കായക്കൽ അഷറഫ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MK മുനീറിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം. KMK വെള്ളയിലിന്റെ സ്മരണാർത്ഥം നൽകുന്ന അവാർഡ് ഓഗസ്റ്റ് 15-ന് കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സമർപ്പിക്കും. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ സ്ഥാപകൻ KMK വെള്ളയിലിന്റെ സ്മരണാർത്ഥം അക്കാദമി ബഹുമുഖ പ്രതിഭകൾക്കായി നൽകുന്ന കർമ്മശ്രേഷ്ഠ അവാർഡിന് മുൻ മന്ത്രി MK മുനീറിനെ തെരഞ്ഞെടുത്തതായി സംഘാടകർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് ഈ വർഷം മുതൽ ഏർപ്പെടുത്തുകയാണ്. ആ അവാർഡ് ജേതാവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഡോക്ടർ MK സാഹിബാണ്. അദ്ദേഹം അവാർഡ് പ്രാവശ്യം ആദ്യത്തെ MK വെള്ളയിലിന്റെ സ്മരണക്കായി നടത്തിയ ആദ്യത്തെ അവാർഡ് അദ്ദേഹത്തിനാണ്. ഓഗസ്റ്റ് 15-ന് വൈകിട്ട് ടൗൺ ഹാളിൽ നടക്കുന്ന KMK വെള്ളയിൽ അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അവാർഡ് സമ്മാനിക്കുമെന്ന് അക്കാദമി ഭാരവാഹികളായ PA ഹംസയും നെല്ലിയോട്ട് ബഷീറും അറിയിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഇശൽ വിരുന്നും നടത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ,
ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാവൂർ റോഡ് സ്മൃതി പഥത്തിൽ ഇനി മുതൽ 24 മണിക്കൂറും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകും. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സഫയർ ആണ് ശ്മശാനത്തിൽ കുടിവെള്ള പദ്ധതി സജ്ജീകരിച്ചത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെയും ശുചിത്വത്തിന്റെയും ഭാഗമായാണ് ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സഫയറിന്റെ നേതൃത്വത്തിൽ സ്മൃതിപഥം ശ്മശാന വളപ്പിൽ സൗജന്യ ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിച്ചത്. സ്മൃതിപഥത്തിലെത്തുന്ന പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ആവശ്യമായ ശുദ്ധീകരിച്ച കുടിവെള്ള സൗകര്യം 24 മണിക്കൂറും ലഭ്യമാക്കുന്ന രീതിയിലാണ് ലയൺസ് ക്ലബ്ബ് സംരംഭം സജ്ജീകരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. സാധാരണ നോർമൽ വാട്ടർ, തണുത്ത ഈ 3 ഫെസിലിറ്റികളും സാധ്യമായിട്ടുള്ളൊരു കേന്ദ്രമായിട്ട് ഇവിടെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എന്തായിരുന്നാലും ലയൺസ് ക്ലബിന് അഭിമാനിക്കാൻ കഴിയും. കോഴിക്കോടിന്റെ ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി വിശോബ് പനങ്ങാട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാജീവ്, കൗൺസിലർ ജിഷ ശബരീഷ്, പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രേംകുമാർ, ഡിസ്ട്രിക്ട് PRO സുഭാഷ് നായർ, ഡിസ്ട്രിക്ട് RCZ-C കോർഡിനേറ്റർ സെനോൻ ചക്യാട്ട്, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സഫയർ പ്രസിഡന്റ് ബിജു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനിതകളുടെ സംരംഭകത്വത്തിന് കരുത്തേകി ആരോഹണം സീസൺ 4 പ്രദർശന വിപണനമേള സ്നേഹാഞ്ജലിയിൽ നടന്നു. സാമന്ത സമാജം വനിതാ വിഭാഗമാണ് എക്സിബിഷൻ നടത്തിയത്. കൗൺസിലർ KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ മുന്നേറ്റത്തിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നതിനായി സാമന്ത സമാജം വനിതാ വിഭാഗം കോഴിക്കോട് യൂണിറ്റ് സംഘടിപ്പിച്ച ആരോഹണം സീസൺ 4 എക്സിബിഷൻ സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവിഭവങ്ങളും ഉൾപ്പെടുത്തിയ പ്രദർശന വിപണനമേളയിൽ നിരവധി വനിതാ സംരംഭകർ പങ്കെടുത്തു. വനിതകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം നടത്താനും അവസരമൊരുക്കിയ മേള വനിതാ സംരംഭകത്വത്തിനും സാമ്പത്തിക സ്വാശ്രയത്തിനും പ്രോത്സാഹനം നൽകി. മേളയുടെ ഉദ്ഘാടനം ചാലപ്പുറം കൗൺസിലർ അനിൽകുമാർ KP നിർവഹിച്ചു. സാമന്ത സമാജം കോഴിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് രാധാമണി മോഹനചന്ദ്രൻ, സെക്രട്ടറി ആനന്ദി മോഹനകൃഷ്ണൻ, കോർഡിനേറ്റർ ശശികല തമ്പാൻ, വൈസ് പ്രസിഡന്റ് രമാ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. എല്ലാ വർഷവും നടത്തുന്ന ഒരു വിപണന മേളയാണ്. അത് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ നടത്തുന്നതാണ്. ഒരു 10-45 സ്റ്റോളോളം ഉണ്ട്. ആ സ്റ്റോളുകാർക്ക് എല്ലാവർക്കും ഗുണം ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണം. ഫുഡ് സ്റ്റോൾ വേറെയുണ്ട്. അത് നന്നായിട്ട് നടത്തിക്കൊണ്ടുണ്ട്. ഈ വർഷവും അതേമാതിരി തന്നെ നമ്മൾ നടത്തുകയാണ്. വനിതകൾക്ക് വേണ്ടി അവരുടെ സംരംഭങ്ങളെല്ലാം ഉൽപ്പന്നങ്ങളും വിൽക്കാൻ ഒരു നല്ല വേദിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങളുടെ സമാജം ചാരിറ്റിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഈ പൈസ കിട്ടുന്നത് അതിനു വേണ്ടിയാണ് അധികം ചെലവാക്കുന്നത്. എഡ്യൂക്കേഷൻ എയ്ഡ് ചാരിറ്റി ആയിട്ട് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് മേള വിജയകരമായി സംഘടിപ്പിച്ചത്. തുടർച്ചയായി 4ാം വർഷം സംഘടിപ്പിച്ച ആരോഹണം വനിതകളുടെ കഴിവുകളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച വേദിയായി മാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ അനുമോദിച്ചു. അംഗങ്ങളുടെ മക്കൾക്കാണ് അനുമോദനമൊരുക്കിയത്. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ കരാറുകാരുടെ മക്കളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLCക്കും +2വിനും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്.
അനുമോദനവും അവാർഡ് വിതരണവും മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ഈ സാധാരണ മക്കളോട് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്തിനാ ഈ പഴയ കാര്യമൊക്കെ പറയുന്നു തോന്നും. കുട്ടികൾക്ക് തീരെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പഴയ കാലം. പുതിയതല്ല എൻ്റെ പറയുന്നത്, പക്ഷെ പഴയ കാലം കേൾക്കണമല്ലോ. ചരിത്രത്തിൽ നമ്മൾ ഇന്നോളം ഇതുവരെ എത്തിയത് എങ്ങനെയാണെന്നും തൻ്റെ പിന്മുറക്കാരും തൻ്റെ രക്ഷിതാക്കളും ഒക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചു വരുന്നതെന്ന് മക്കൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ പുതിയ കാലത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം, തൻ്റെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് മനസ്സിലാക്കാൻ കഴിയും. KGCF ജില്ലാ പ്രസിഡന്റ് VP അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ KGCF സ്റ്റേറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗം P മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സൊസൈറ്റി ഫോർ കോൺട്രാക്ടേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി സംസ്ഥാന സെക്രട്ടറി KM സഹദേവൻ, KGCF ഇലക്ട്രിക്കൽ വിംഗ് സംസ്ഥാന കൺവീനർ P ദീപേഷ്, ജില്ലാ ട്രഷറർ CT കുഞ്ഞോയി, ചന്ദ്രൻ, T രഘുപ്രസാദ് എന്നിവരും സംസാരിച്ചു. KGCF ജില്ലാ സെക്രട്ടറി P സുരേന്ദ്രൻ, സബ് കമ്മിറ്റി ചെയർമാൻ T മധു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് നോർത്തിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. റോട്ടറി ഡിസ്ട്രിക്ട് 3204 ഗവർണർ V മോഹൻദാസ് മേനോൻ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂജിൻ ജോൺസൺ പ്രസിഡന്റായും അഫ്സൽ കോണിക്കൽ സെക്രട്ടറിയായും T സുനീഷ് ട്രഷററായും ഉൾപ്പെട്ട ഭരണസമിതിയാണ് ചുമതലയേറ്റത്. കോഴിക്കോട് അസ്മ ടവറിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് റോട്ടറി ഡിസ്ട്രിക്ട് 3204 ഗവർണർ V മോഹൻദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. എപ്പോഴാണ് ഒരു സ്ട്രക്ചർ സ്ട്രോങ് ആവുക ഫ്രണ്ട്സ്? ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുമ്പോൾ. സോ റോട്ടറിയുടെ സ്ട്രക്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. ഇന്ന് വൈസ് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ എപ്പിഡമിക് ഓവർകം ചെയ്തു, വേൾഡ് വാർ ഓവർകം ചെയ്തു, അത് മെയിൻ തിങ്സ് നമ്മൾ ഓവർകം ചെയ്തു. സോ റോട്ടറിയുടെ ഈ ഫൗണ്ടേഷൻ ഇസ് വെരി സ്ട്രോങ്. കാലിക്കറ്റ് നോർത്തിന്റെ ഫൗണ്ടേഷനിലാണ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യൂജിൻ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഫൗണ്ടേഷൻ. ഇപ്പോ ഇത്രയും മെമ്പേഴ്സ് വന്നു, 20 മെമ്പേഴ്സ് ആൻഡ് 16 മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സിന് ഇവരിതിൽ നിൽക്കണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവും. വൈ ഐ ഷുഡ് ബി ദർ. മുൻ റോട്ടറി നോർത്ത് പ്രസിഡന്റ് TK അൻഫൽ അധ്യക്ഷനായി. റോട്ടറി ക്ലബ്ബ് നോർത്ത് ഹോണററി അംഗവും MLAയുമായ വിദ്യാ ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് നോർത്തിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. 2026-27 റോട്ടറി വർഷത്തിൽ ഡിസ്ട്രിക്ട് 3204-ൽ ഏറ്റവും കൂടുതൽ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തിയ ക്ലബ്ബായി റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് നോർത്ത് തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രസിഡന്റ് യൂജിൻ ജോൺസൺ അറിയിച്ചു. മാലിന്യ സംസ്കരണം, മാനസികാരോഗ്യ സംരക്ഷണം,
100 കുട്ടികൾക്കുള്ള ലീഡർഷിപ്പ് ട്രെയിനിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളും ചടങ്ങിൽ അവതരിപ്പിച്ചു. മുൻ സെക്രട്ടറി ശ്രീകാന്ത് പിലാക്കാട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് ഗവർണർ പി ഇബ്രാഹിം, ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി കോർഡിനേറ്റർ CV ധനേഷ്, GGRC ടി സവജേഷ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയും ഒപ്പം സാംസ്കാരിക വേദിയും ചേർന്ന് കരോക്കെ ഗാനാലാപന മത്സരം നടത്തി. വിവിധ യൂണിറ്റുകളിൽ നിന്നായി അംഗങ്ങൾ മത്സരത്തിൽ ഗാനങ്ങൾ ആലപിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കരോക്കെ ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം CITU ജില്ലാ കമ്മിറ്റി അംഗം അശ്വിൻ ദേവ് നിർവഹിച്ചു. പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പൊന്നയിൽ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യത്തേരുവർ മാനസ പൂക്കളങ്ങളാടും ആടും കേരളം. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഫൈസൽ, ജില്ലാ ട്രഷറർ മൈമൂന, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഷാജി, ഷീബ ഫറൂഖ്, ജോർജ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. രതീഷ് മുപ്പറ്റ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. പുരുഷന്മാരുടെ വിഭാഗത്തിൽ പുതിയ സ്റ്റാൻഡ് യൂണിറ്റിലെ റോണി 1ാം സ്ഥാനത്തിനും, മാങ്കാവ് യൂണിറ്റിലെ സതീശൻ 2ാം സ്ഥാനത്തിനും, മലാപ്പറമ്പ് യൂണിറ്റിലെ സിജോ ജോസ് 3ാം സ്ഥാനത്തിനും അർഹരായി. വനിതാ വിഭാഗത്തിൽ വടകര യൂണിറ്റിലെ സുനിത 1ാം സ്ഥാനവും, പുതിയ സ്റ്റാൻഡ് യൂണിറ്റിലെ ബിജുന 2ാം സ്ഥാനവും, പുതിയ സ്റ്റാൻഡ് യൂണിറ്റിലെ തന്നെ മിനി 3ാം സ്ഥാനവും നേടി. സംഘടനയുടെ ഓണപരിപാടികളും ഓണാഘോഷവും 22-ാം തീയതി SK പൊറ്റക്കാട് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിലേക്ക് കാർഡിയോട്ടോകോഗ്രഫി മെഷീൻ സംഭാവന ചെയ്തു. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്ത് അലി മെഷീന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. പ്രസവ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഉപകരണമാണ് CTG മെഷീൻ. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമുണ്ടാകാതെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പും പ്രസവ സമയത്തെ ഗർഭപാത്ര സങ്കോചവും ഒരേ സമയം നിരീക്ഷിച്ച് ഗ്രാഫായി രേഖപ്പെടുത്താൻ മെഷീനിലൂടെ സാധിക്കും. പ്രസവത്തിന്റെ പുരോഗതി വിലയിരുത്താനും സാധാരണ പ്രസവമോ ശസ്ത്രക്രിയയോ ഉൾപ്പെടെയുള്ള തുടർ ചികിത്സാ രീതികൾ തീരുമാനിക്കാനും ഡോക്ടർമാർക്ക് ഈ ഉപകരണം സഹായകരമാണ്. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റിന്റെ നേതൃത്വത്തിലാണ് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിലേക്ക് കാർഡിയോട്ടോകോഗ്രഫി മെഷീൻ സംഭാവന ചെയ്തത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്ത് അലി IPS മെഷീൻ സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VK രാജീവ് അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സാറ ജാഫർ, റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് പ്രസിഡന്റ് PV ഹമീദ്, പഴശ്ശിരാജ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ PP പ്രമോദ് കുമാർ, റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സെക്രട്ടറി PV രാമചന്ദ്രൻ, മുൻ HMC മെമ്പർമാരായ P ഫിറോസ്, ഹസീന ഷംസുദ്ദീൻ, നഴ്സിംഗ് സൂപ്രണ്ട് P ഷീബ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടക വാവ് ദിനത്തിൽ പിതൃപ്രീതിക്കായി ബലിയർപ്പിച്ച വിശ്വാസികൾ. ദേശീയ മൂട്ട് കോർട്ട് മത്സരം ഓഗസ്റ്റ് 14 മുതൽ 16 വരെ കോഴിക്കോട് ലോ കോളേജിൽ. MK മുനീറിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം. മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സഫയർ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.